റേഞ്ചിലാണ്. റിലയബിൾ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ജാപ്പനീസ് DNA ആണ്. ആ ഒരു ട്യൂണിങ്ങിലുള്ളൊരു ഒരു 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 ഗുണമാണത്. അത് ഇവർ പറയുന്നത് റേസ് ട്യൂൺഡ് ആയിട്ടുള്ളൊരു മാപ്പിംഗ് ആണ് എന്നുള്ള കാര്യമാണ്. റേസ് ട്യൂൺഡ് എന്ന് പറയുമ്പം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പാച്ചി 200 ഒരു റിവ്യൂ ആണ്. ഈ വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു അഡ്വൈസ് മാത്രമായിട്ട് നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ USD 4ക്കും ആ ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ഡിസൈൻ ചെയ്ത് വന്ന ഹാൻഡിൽ ബാറിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സോ ഇപ്പം പെട്ടെന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നു, ഞെട്ടിപ്പോയി. ഈ ഒരു ഹെഡ്ലൈറ്റും ഈ ഒരു TFT ഡിസ്പ്ലേയും സെയിം ആസ് 160 അപ്പാച്ചി 160 സെയിം അപ്ഡേറ്റ് 200ലും കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റിന് പിന്നുള്ളൊരു രഹസ്യം? അപ്പം സെഗ്മെൻറ്റിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ബൈക്കാണ്. പക്ഷേ കുറച്ച് ഓൾഡ് ഏജ് ആയി വണ്ടി. ഇനി എത്രയൊക്കെ ഹെഡ്ലൈറ്റ് N250 ഹെഡ്ലൈറ്റ് തലതിരിച്ച് വെച്ചെന്ന് പറഞ്ഞാലും TFT ഡിസ്പ്ലേ കൊടുത്തെന്ന് പറഞ്ഞാലും എൻജിൻ സൈഡ് കുറച്ച് ഓൾഡേജ് ആയി. പക്ഷേ എൻജിൻ സൈഡ് നല്ല റിലയബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം, ബട്ട് വീഡിയോയിലോട്ട് പോവാം, കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഈ ഒരു മാറ്റ് ബ്ലാക്ക് ലുക്കിലാണ് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. സോ ദ ലുക്ക് ഈസ് പ്രിറ്റി നൈസ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി സോളിഡ് ഫീലും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഗോൾഡൻ USD 4ക്കും വൺ സൈഡായിട്ട് വരുന്ന ആ ഒരു റെഡ് കളറും ആ പെറ്റൽ ഡിസ്ക്, പ്രത്യേകിച്ച് ആ ഒരു പെറ്റൽ ഡിസ്കും ആ ഒരു ഗ്രാഫിക്സൊക്കെ നല്ലൊരു ഷാർപ്പ് അഗ്രസീവായിട്ടുള്ള ഒരു ലുക്കിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പഴയ ഹെഡ്ലൈറ്റ് ആണോ ഈ ഹെഡ്ലൈറ്റ് ആണോ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഹെഡ്ലൈറ്റ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ബട്ട് ഇത് ഈ ഒരു വണ്ടിയുടെ സ്റ്റൈലിങ്ങിന് ചേരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ അപ്ഡേറ്റ് ഈ ഒരു വണ്ടിക്ക് ആവശ്യമാണ്. ഒരു 200cc ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഓടുന്നതാണ്. അവർ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമാണ് ഫീച്ചേഴ്സ് ആഡിങ് കാര്യങ്ങളൊക്കെ മാത്രമാണ് ഈ വണ്ടിയിലായിട്ട് അവർ കൊണ്ടുവരുന്നത്. സോ ഇത് മോശപ്പെട്ട വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഈ ഒരു ഹെഡ്ലൈറ്റ് ഈ ഒരു വണ്ടിയുടെ ലുക്കുമായിട്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു പോരായ്മയായിട്ട് പറയുന്നതല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ ഒരു ടാങ്ക് മോശമല്ല, ആ സീറ്റ്, ആ ഒരു സൈഡ് കവറിങ്, അതുപോലെ തന്നെ ആ ഒരു മിറർ ഒക്കെ ആയിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റ് വന്നപ്പം ഇല്ല കാര്യസ്ഥനകത്ത് സുരാജ് കോട്ടും മുണ്ടും ഇടത്തില്ലേ, അതുപോലെ ആയിപ്പോയി. പക്ഷേ സ്റ്റിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു അഗ്ലി മോട്ടോർ സൈക്കിൾ എന്ന് പറയാൻ പറ്റത്തില്ല. പെർഫെക്റ്റ് സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ ഒരു ലുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ്ലി ഡിസൈൻഡ് ആണ്. പക്ഷേ TVS അവരുടെ ഹയർ CC കപ്പാസിറ്റി മോട്ടോർ സൈക്കിളിൽ കൊടുക്കുന്ന ആ ഒരു പരിഗണന നമ്മുടെ 164 വീലും 204 വീലൊക്കെ വരും വർഷങ്ങളിൽ കാണിക്കണമെന്നൊരു ഒരു അപേക്ഷയുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ലിക്വിഡ് കൂളിങ്ങോ കാര്യങ്ങളോ കോംപ്ലിക്കേഷനോ ഒന്നും തന്നെ വേണമെന്നില്ല. ഈ ഒരു എൻജിൻ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കുറച്ചും കൂടെ പവർഫുള്ളാക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയണ്ടേ, കുറച്ചും കൂടെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ്. ഇതിന് 6 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് അതൊന്നും ഫീൽ ചെയ്യത്തില്ലെങ്കിലും കാലം മാറുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് എൻജിൻ ബേസിൽ നമുക്ക് കൊണ്ടുവരണ്ടേ. പിന്നെ ഡിസൈനിലൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു അടിഭാഗത്തോട്ട് വരുന്ന സമയത്ത് എൻജിൻ ആ ഒരു പഴയ അപ്പാച്ചിയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന എൻജിൻ തന്നെയാണ്. അതായത് 200cc ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു എൻജിൻ, 21 bhpയും അതുപോലെ തന്നെ 17 Nm ടോർക്കുമാണ് വണ്ടിയുടെ ഭാഗത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്ര ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഹൈ കംപ്രഷനായിട്ട് വലിയ ഹൈ റവിങ് ചെയ്ത് വലിയ മാരക എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒരു സിറ്റി ഫ്രണ്ട്ലി ആയിട്ട് നല്ല ലോ എൻഡിൽ നല്ല പ്രാധാന്യം കൊടുത്ത് അത്യാവശ്യം ഒരു 70, 80, 110 വേണമെങ്കിലും ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. റിലയബിൾ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ജാപ്പനീസ് DNA ആണ്. നമ്മുടെ ഫിയറോയിലൊക്കെ കണ്ട അതേ ഒരു ബേസ് തന്നെയാണ് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എത്രയോ വർഷങ്ങളായിട്ട് അപ്പാച്ചി യൂസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. നല്ലൊരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുണ്ട്. ആ ഒരു ഹെഡിൻ്റെ കവറിങ്ങിൽ റെഡ് കളർ കൊടുത്തേക്കുന്നത് കാണാൻ ഒരു നല്ല ഭംഗിയുണ്ട്. ഒരു ഓൾഡ് സ്കൂൾ എഞ്ചിനാണ്. ഇതൊരു 4V എഞ്ചിനാണ്. ആദ്യം ഇറങ്ങിയത് 2 വാൽവായിട്ടാണെങ്കിൽ ഇപ്പം 4 വാൽവാണ്. കുറച്ചും കൂടെ എഞ്ചിൻ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ സൗണ്ടാണ് വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഡബിൾ ബാരലായിട്ടുള്ള ഒരു എക്സോസ്റ്റ്. വണ്ടി ഇറങ്ങിയിടം തൊട്ടുള്ള നല്ലൊരു എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ RT സ്ലിപ്പർ ക്ലച്ച്, റേസ് ട്യൂൺഡ് ആയിട്ടുള്ള സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അഗ്രസീവായിട്ട് ഡൗൺ ചെയ്താലും നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ലിപ്പ്. പിന്നെ ഇതിൽ നേരത്തെ വന്ന ആ ഒരു ഹാൻഡിൽ ബാറാണ് ഹൈഡ്രോഫോബിക് ഡിസൈൻ ചെയ്ത് ഒരു സ്പെഷ്യൽ ലിക്വിഡ് ഫോമിങ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തൊരു ഹാൻഡിൽ ബാറാണ്ട്. വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറവാണ്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക വെയിറ്റ് കുറവായുണ്ട്. ഹാൻഡിൽ ബാറിന് നല്ല വെയിറ്റ് കുറവാണ്ട്. ഹാൻഡിലിങ് നല്ല രീതിയിൽ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാക്കിലാണെങ്കിലും ഒരു കോർണറിങ് നമ്മുടെ ഡെയിലി യൂസിനൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം സംഭവം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതായത്
ഒരു TFT ഡിസ്പ്ലേ വിത്ത് ആ ഒരു ഓൾഡ് സ്കൂൾ ഡിസൈനിൽ. ഇത് വലിയ തരക്കേടൊന്നും തന്നെയല്ല, പക്ഷേ നമ്മളെന്തോ ഈ ഒരു ഡിസ്പ്ലേ ഒക്കെ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു ബെറ്റർ ഡിസൈൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ TVSൻ്റെ ഒരു മനസ്സ് ആരും കാണാതെ പോലെ 200cc അത്യാവശ്യം ആദ്യമായിട്ട് ഈ TFT ഡിസ്പ്ലേ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിക്കാണെന്ന് തോന്നുന്നു. അല്ല, ഡ്യൂക്ക് 200 ഉണ്ട് കേട്ടോ, മാറിപ്പോയി. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അത് TVSൻ്റെ ഒരു പേറ്റൻറ്റഡ് ടെക്നോളജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, എനിക്കതാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം. ലുക്ക് വൈസ് ഇതാണെങ്കിൽ, വർക്ക് കൊണ്ടാണെങ്കിൽ ഇതാണെങ്കിൽ, ഇതിൽ ഇപ്പം നിലവിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നില്ല. അതിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, പ്രീലോഡും അതുപോലെ തന്നെ കംപ്രഷനൊക്കെ. പിന്നെ ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആവറേജ് മൈലേജ് ഇല്ല ഈ ഒരു മീറ്ററിനകത്ത്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. പിന്നെ സീറ്റിങ്ങിൻ്റെ ഭാഗങ്ങൾ നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് സീറ്റാണ്. അത്യാവശ്യം നല്ല ഒരു ജെൽ ബാഗും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര ലോങ് ആണെങ്കിലും യാത്ര ചെയ്യാം. ബാക്കിലാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട്, ഗ്രാബറയിലൊക്കെ നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ TVS റേസിംഗ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. TVSൻ്റെ ആ ഒരു ഐക്കോണിക് ടെയിൽ ഡിസൈൻ, ഓ മൈ ഗാഡ്. പിന്നെ പെട്രോൾ ഡിസ്ക് ബാക്കിൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല റേസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് വണ്ടിയുടെ അത്യാവശ്യം ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം. ഓവർ സ്റ്റിക്കർ കുളവാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് സെക്കൻഡ് ഗിയറിലായതുകൊണ്ട് സൗണ്ടൊന്നും കേൾപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഇപ്പം കുറച്ചും കൂടെ ബേസിയർ ആയിട്ടുണ്ടോ എന്നൊരു സൗണ്ട് ഡൗട്ട്. വണ്ടിയുടെ സൗണ്ട് കുറച്ചും കൂടെ നല്ലൊരു ഗാംഭീര്യം സൗണ്ടിന്. സോ വണ്ടി നമുക്ക് ഓടിക്കാമല്ലേ, കൂടുതൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതധികം ഒരു ടാൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയല്ല. ഷോർട്ട് റൈഡേഴ്സിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സീറ്റ് ഹൈറ്റ് ഒന്നും വലുതായിട്ടില്ല, പക്ഷേ ഹൈറ്റുള്ള ആൾക്കാർ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു കോമഡി പോലെ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു മിനിമം ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഭയങ്കര ടാളായിട്ടുള്ള ആൾക്കാർക്കാണ് വിഷയം വരുന്നത്. വൺ ടച്ച് സ്റ്റാർട്ടാണ്, ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടാവും. ക്ലച്ചൊക്കെ വളരെ പൂ പോലത്തെ, എന്തിനാണ് ഇത്രയും പൂ പോലത്തെ ക്ലച്ചൊക്കെ കൊടുത്തതെന്ന് ആലോചിക്കുന്നത്. ക്ലച്ച് പിടിക്കുമ്പോൾ ഒരു ഫീൽ വേണ്ടേ? ഗിയർ ബോക്സ് ആണെങ്കിലും നല്ല അതുപോലത്തെ പൂ പോലത്തെ ഒരു ഗിയർ ബോക്സാണ്. പിന്നെ ഇത് ക്ലച്ച് അങ്ങോട്ട് വിടുമ്പോൾ തന്നെ വണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സോ എഫേർട്ട്ലെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്കാണ് ആ ഒരു പദം കൊടുക്കേണ്ടത്. അത്യാവശ്യം നല്ല പഞ്ചി ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല പവറുണ്ട് വണ്ടിക്ക്. പവർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ റവ്വിങ്ങിൽ, അതായത് ഇതിൻ്റെ പവർ മൊത്തം ഇരിക്കുന്നത് ഹയർ RPMലാണെന്നല്ല, ആ ഒരു ട്യൂണിങ്ങിലുള്ളൊരു ഒരു ഗുണമാണത്. അത് ഇവർ പറയുന്നത് റേസ് ട്യൂൺഡ് ആയിട്ടുള്ളൊരു മാപ്പിംഗ് ആണ് എന്നുള്ള കാര്യമാണ്. റേസ് ട്യൂൺഡ് എന്ന് പറയുമ്പം ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു റെസ്പോൺസ് ഉണ്ട്, ഒരു ലാഗില്ല വണ്ടിക്ക്. പിന്നീടുള്ള കാര്യം വണ്ടിയുടെ എൻജിൻ്റെ പവർ ഔട്ട്പുട്ട് പോലെ ഇരിക്കും. അതിന് വലിയ മാരക പവറൊന്നും അല്ലല്ലോ. 200cc തന്നെ ഡീസൻറ്റ് പവറിങ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ NS 200 ഒക്കെ പോലെ സ്ക്രീമിങ് ആയിട്ട് കയറുന്ന ഒരു നേച്ചറൊന്നും തന്നെയല്ല ഈ ഒരു വണ്ടിക്ക് നമുക്ക് കാണാൻ സാധിക്കുക. അത്യാവശ്യം മാന്യമായിട്ട് തന്നെ പവർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ സിറ്റി ഓറിയൻറ്റഡായിട്ട് TVS ട്യൂൺ ചെയ്തേക്കുന്നൊരു സാധനമാണ്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വണ്ടി റേസ് ട്രാക്കിലും അവർ ചാമ്പ്യൻഷിപ്പിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഫുള്ളി ഫെയറിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ട്യൂണിങ് ഒക്കെ ചെയ്ത്. അപ്പം ലോവർ RPMസിലൊക്കെ, അതായത് ഹൈ എൻഡ് റെഡ് ലൈനിന് തൊട്ട് മുമ്പായിട്ടുള്ള കുറേ ഒരു മിഡ് RPM ഉണ്ടല്ലോ, ഒരു 7000 5000 ആ ഒരു റേഞ്ചിലുള്ള RPMൽ ഈ ഒരു വണ്ടിയുടെ ഹൈവേ പെർഫോമൻസ് നമുക്ക് വളരെ സർപ്രൈസിംഗ്ലി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ബെറ്ററായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വണ്ടി സിറ്റിയിൽ കൊണ്ട് നടക്കാൻ വളരെ എന്താ പറയണ്ടേ, പ്രിസൈസറായിട്ട് ട്യൂൺ ചെയ്തൊരു എൻജിനായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഹൈവേയിലോട്ട് വന്നപ്പം ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ്, എയർ കൂൾഡ് എൻജിൻ അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് സപ്പോർട്ട് വരുന്ന ഒരു എൻജിൻ എന്നുള്ള നിലയ്ക്ക് ഹൈവേയിൽ അത്രമാത്രം ഒരു പെർഫോമൻസ് എനിക്ക് ഇതുവരെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നതല്ല, ബട്ട് എന്നിരുന്നാലും ഞാൻ ഈ ഒരു റിവ്യൂ ആയതുകൊണ്ട് ആ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു അഡ്വൈസ് കൊടുക്കുകയാണ്. ഹൈവേയിൽ ഒരു 90-95 100ൽ വേണമെങ്കിലും ഈ ഒരു വണ്ടി ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ സാധിക്കും. അത് ആ 5th ഗിയർ നല്ല ടാളായിട്ടാണ് അതിൻ്റെ ആ ഒരു റേഷ്യോയും കാര്യങ്ങളൊക്കെ കമ്പനി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എൻജിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 200 NS പോലെ ഡ്യൂക്ക് 200 XMR പോലെ ഒരു ഹൈ റവ് ചെയ്ത് അല്ലെങ്കിൽ പവർ വാരി വിതറുന്ന ഒരു എൻജിനൊന്നും അല്ല. അതായത് നമുക്ക് എക്സ്പൾസിൻ്റെ എൻജിൻ്റെ അത്രയും ലോ പെർഫോമൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ കുറവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല.
അതിനേക്കാളും രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു എഞ്ചിനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കുറച്ചും കൂടെ എക്സ്പൾസ് 200-നെക്കാട്ടിലും ഹൈവേയിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു എൻജിൻ. അതുപോലെ തന്നെ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ്, സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഒരു ഡീസൻ്റായിട്ട് പവറുണ്ട് വണ്ടിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഹയർ RPMലൊക്കെ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹൈവേ കൂടെയൊക്കെയുള്ള യാത്ര എന്നെ ഒരുപാട് ഞെട്ടിച്ച് ഈ ഒരു വണ്ടി. മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ടൂറിങ്ങിനൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ഈ ഒരു വണ്ടി ഉപയോഗിക്കാം. അതായത് സീറ്റിൻ്റെ ആ ഒരു കംഫർട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊരു ഹാൻഡിൽ ബാർ റൈസറൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ, ഒരു വിൻഡ് വൈസറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വളരെ ലോ മെയിൻ്റനൻസിൽ നിങ്ങൾക്ക് ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ് അപ്പാച്ചെ 200 4V എന്ന് പറയുന്നത്. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റും അതുപോലെ തന്നെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി, അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ സിറ്റിയിലും ഓക്കെയാണ് വണ്ടി. പിന്നെ ഹീറ്റിങ്ങോ അതുപോലെ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയുടെ ഭാഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഹാൻഡ്ലിങ് വളരെ നൈസാണ്. വളരെ പ്രിസൈസറായിട്ടുള്ളൊരു ഹാൻഡ്ലിങ്ങാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ R15 വെർഷൻ 3 കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഒരു നേക്കഡ് ബൈക്ക് ആണെങ്കിൽ പോലും കോർണർ ചെയ്യാനായിട്ട് ഇത്ര ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടി വേറെ ഞാൻ കണ്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ കേട്ടോ. ആ TVSൻ്റെ ആ ഒരു പെർഫെക്ഷൻ, അതായത് റേസിംഗ് DNA വന്നിട്ടുള്ള ആ ഒരു പെർഫെക്ഷൻ ഹാൻഡ്ലിങ്ങിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു കോൺഫിഡൻസാണ് കോർണറിങ്ങിൽ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് കേട്ടോ. ബട്ട് ഒരു ഓൾറൗണ്ടർ ബൈക്ക് നിങ്ങൾക്ക് ട്രാക്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ടൂറിങ്ങിന് യൂസ് ചെയ്യാം, സിറ്റിയിലും യൂസ് ചെയ്യാം, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. സോ എൻ്റെ ഒരു പിക്കിൽ 2 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു വണ്ടികളിലെ ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ ഞാൻ പെടുത്തുന്നൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് അപ്പാഷെ 200 4V ആയിരിക്കും. കാര്യം ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരു സാധാരണക്കാരനൊരു വണ്ടി എടുക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഗ്യാരേജിലേക്ക് എല്ലാം കൂടെ ഒരു സമയത്ത് ഒരേപോലെ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബൈക്ക്. നമ്മുടെ ഗോപ്രോയുടെ ചാർജ് ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അങ്ങ് ഓഫായി പോയി. അപ്പം നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വണ്ടിയുടെ ആ ഒരു റിവ്യൂ എൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വണ്ടിയുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, വളരെ എന്താ പറയണ്ടേ, നല്ലൊരു ലീനിയർ ആയിട്ടുള്ള, എന്നാൽ നല്ല ത്രോട്ടിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു വണ്ടി വേണം നിങ്ങൾക്ക് സിറ്റിയിൽ എഫേർട്ട്ലെസ്ലി GTT ഒക്കെ എൻജോയ് ചെയ്ത്. ആ ഒരു ക്ലച്ചിനാണെങ്കിലും ഗിയറിലാണെങ്കിലും വലിയ എഫേർട്ടൊന്നും കൊടുക്കാൻ താല്പര്യമില്ല, വലിയ വെയിറ്റ് ഒന്നും വേണ്ട, അത്യാവശ്യം നല്ല എക്കണോമിയും റിലയബിളൊക്കെ ആയിരിക്കണം, വാല്യൂ ഫോർ മണി ആയിരിക്കണം, ഫീച്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒരു കലക്കൻ ഓഫർ തന്നെയാണ്. ഈ KTMൻ്റെ അഗ്രഷൻ വേണമെങ്കിൽ മാത്രമാണ് മെയിനായിട്ട് നിങ്ങൾ ആ ഒരു 160 ഡ്യൂക്കിലോട്ട് പോകേണ്ടത്. അതിനേക്കാളും എത്രയോ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഫ്യൂൽ എക്കണോമിയും ഇത് തരുന്നുണ്ട്. സോ MT-15 ഒരു കമ്പാരിസൺ ഞാനിവിടെ പറയുന്നില്ല. കാര്യം MT-15 അതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനേക്കാളും ഒരു ബെറ്ററാണ് ഇതെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അതിനേക്കാളും എന്താ പറയണ്ടേ, ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ ഒരു മോഡൽ.